ദേശീയ രാഷ്ട്രീയം ഒരു നിർണായക വഴിത്തിരിവിലാണ്. രാജ്യത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല നേരിടുന്ന ക്രമക്കേടുകൾക്കെതിരെയും പരീക്ഷ ചോർച്ചകൾക്കെതിരെ ഇന്ത്യയിലെ യുവാക്കൾ തെരുവിലിറങ്ങിയിരിക്കുന്നു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയും കോക്രോച്ച് ജനതാ പാർട്ടിയും ഇന്ന് വേറിട്ട യുവജന പ്രസ്ഥാനത്തിന്റെ സമരവും രാജ്യത്തുടനീളം വലിയ ചർച്ചയാവുകയാണ്. ഒരു വശത്ത് വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും ന്യായമായ ആവശ്യങ്ങൾ, മറുവശത്ത് ഭരണകൂടത്തിന്റെ നിലപാടുകൾ. ഈ സമരം വിജയത്തിലേക്ക് എത്തുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുമോ അതോ ഭരണകൂടം ഈ പ്രക്ഷോഭത്തെ മറികടക്കുമോ എന്ന നിരവധി ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്. കോക്രോച്ച് ജനതാ പാർട്ടി ഇതൊരു സാധാരണ രാഷ്ട്രീയ പാർട്ടിയല്ല. ഒരു പ്രസ്താവനക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വന്ന ഒരു പാർട്ടിയാണ്. പിന്നീട് ഡൽഹി ജന്തർ മന്ദിറിലും പാർലമെന്റിലേക്കും വൻ ജനകീയ പ്രക്ഷോഭമായി പടർന്നൊരുങ്ങിയ ഒരു ജൻസി മൂവ്മെന്റ് ആണിത്. പ്രധാനമായും ഇവർ മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങൾ: നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടുകൾ, മറ്റ് ദേശീയ പരീക്ഷാ തട്ടിപ്പുകൾ, വിദ്യാഭ്യാസ വ്യവസ്ഥയിലെ വീഴ്ചകൾ എന്നിവയ്ക്ക് മറുപടി നൽകുക. മറ്റൊന്ന്, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുക. സോഷ്യൽ മീഡിയയിൽ ദശലക്ഷക്കണക്കിന് യുവാക്കളുടെ പിന്തുണ നേടി വളർന്ന ഈ സമരത്തിന് പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ചുക് ഉൾപ്പെടെയുള്ളവർ പിന്തുണയേകി രംഗത്തെത്തി. ജനങ്ങളുടെയും യുവാക്കളുടെയും കത്തുന്ന ആവശ്യങ്ങളെ സർക്കാരുകൾക്ക് ദീർഘകാലം അവഗണിക്കാൻ കഴിയില്ല. അതിനാൽ ഈ സമരം പെട്ടെന്ന് അടിച്ചമർത്തപ്പെട്ടാലും അത് രാജ്യത്തെ വിദ്യാഭ്യാസ ബോധവൽക്കരണത്തിലും രാഷ്ട്രീയ ഉത്തരവാദിത്തത്തിലും വലിയൊരു തരംഗം ഇതിനകം സൃഷ്ടിച്ചു കഴിഞ്ഞു. രാജ്യവ്യാപകമായി രാജി ആവശ്യപ്പെട്ട് ശക്തമായ പ്രക്ഷോഭങ്ങളും മുദ്രാവാക്യങ്ങളും ഉയരുന്നുണ്ടെങ്കിലും പെട്ടെന്നൊരു രാജിക്ക് കേന്ദ്ര സർക്കാർ തയ്യാറാകില്ല എന്നുള്ളതാണ്. പ്രധാനമായും വിദ്യാഭ്യാസ മന്ത്രിയുടെ പാർട്ടിക്കുള്ളിലെ പ്രാധാന്യം എന്നുള്ളതാണ്. BJPയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രജ്ഞരിൽ ഒരാളാണ് ധർമ്മേന്ദ്ര പ്രധാൻ. പെട്രോളിയം മന്ത്രിയായിരുന്ന കാലം മുതൽ വിവിധ സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് വിജയങ്ങൾക്ക് പിന്നിൽ അദ്ദേഹം നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. പ്രതിപക്ഷത്തിന്റെയും സമരക്കാരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങി മന്ത്രിയുടെ രാജി വഴങ്ങിയാൽ അത് സർക്കാരിന്റെ പരാജയമായി ചിത്രീകരിക്കപ്പെടുമെന്ന ഭയം കേന്ദ്രത്തിനുണ്ട്. സമരത്തെ വികസന വിരുദ്ധം എന്നും മറ്റും ആക്ഷേപിച്ചുകൊണ്ട് പ്രതിരോധിക്കാനാണ് കേന്ദ്ര സർക്കാർ നിലവിൽ ശ്രമിക്കുന്നത്. എന്നാൽ ജനകീയ പ്രക്ഷോഭം ഉയർന്നു വരുമ്പോൾ സർക്കാരുകൾ വഴങ്ങേണ്ടി വരും എന്നാണ്. മന്ത്രി രാജിവെച്ചില്ലെങ്കിലും വിദ്യാഭ്യാസ മേഖല സുതാര്യത കൊണ്ടുവരാൻ ഭരണകൂടം നിർബന്ധിതരാകും. ധർമ്മേന്ദ്ര പ്രധാനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ജന്മനാടായ ഒഡീഷയിലെ രാഷ്ട്രീയ പശ്ചാത്തലം നാം മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ ABVP തുടങ്ങി BJPയുടെ കേന്ദ്ര തന്ത്രജ്ഞനായി മാറിയ നേതാവാണ് അദ്ദേഹം. പ്രധാനമായും ഒഡീഷയിലെ RSSന്റെ വലിയ വാക്താവാണ് ധർമ്മേന്ദ്ര പ്രധാൻ. ഒഡീഷയിലെ BJPയുടെ മുഖമായിട്ടാണ് അദ്ദേഹം ഉയർന്നു വന്നത്. ഒഡീഷയിലെ BJP പതിറ്റാണ്ടുകളായി ഒഡീഷ ഭരിച്ചിരുന്ന ബിജു ജനതാദളിന്റെ ആധിപത്യം അവസാനിപ്പിച്ച് ഒഡീഷയിൽ അധികാരം പിടിക്കാൻ BJPക്ക് സാധിച്ചത് പാർട്ടിയുടെ വലിയൊരു രാഷ്ട്രീയ മുന്നേറ്റമായിരുന്നു. അവിടുത്തെ പ്രതിപക്ഷം എന്നുള്ളത് BJDയും കോൺഗ്രസുമാണ്. ബിജു ജനതാദൾ ദീർഘകാലം മുഖ്യമന്ത്രിയായിരുന്ന നവീൻ പട്നായിക്കിന്റെ നേതൃത്വത്തിലുള്ള BJD ഇപ്പോൾ ഒഡീഷയിലെ പ്രധാന പ്രതിപക്ഷമാണ്. പ്രാദേശിക ജനകീയ അടിത്തറ BJDക്കുമുണ്ട്. കോൺഗ്രസിനാണെങ്കിൽ ഒഡീഷ 3ാം സ്ഥാനത്തുമാണ്. BJP സർക്കാരിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി മുന്നേറാൻ കോൺഗ്രസും ശ്രമിക്കുന്നുണ്ട്. ഒഡീഷ രാഷ്ട്രീയത്തിലെ BJPയുടെ കരുത്തനായ നട്ടെല്ലാണ് ധർമ്മേന്ദ്ര പ്രധാൻ. അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിൽ അദ്ദേഹത്തിനെതിരെ ഉയരുന്ന ആരോപണങ്ങൾ ഒഡീഷയിലെ പാർട്ടിയുടെ പ്രതിച്ഛായയും ബാധിച്ചേക്കും. ഭരണകൂടത്തിന്റെ അധികാര ശക്തിയും പണക്കൊഴുപ്പും കൊണ്ട് പ്രക്ഷോഭങ്ങളെ താൽക്കാലികമായി നിശബ്ദമാക്കാം. എന്നാൽ രാജ്യത്തെ യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും ചോദ്യങ്ങൾക്ക് മുന്നിൽ എന്നെന്നും കണ്ണടച്ചു നിൽക്കാൻ കഴിയില്ല. ധർമ്മേന്ദ്ര പ്രധാന രാജി രാഷ്ട്രീയ തീരുമാനമായിരിക്കാം. എന്നാൽ വിദ്യാഭ്യാസ വ്യവസ്ഥയിലെ സുതാര്യതയും പരീക്ഷകളുടെ വിശ്വസ്തതയും ഉറപ്പാക്കുക എന്നത് രാജ്യത്തിന്റെ ഭാവിയുടെ ആവശ്യമാണ്. കോക്രോച്ച് ജനതാ പാർട്ടി പോലുള്ള സമരങ്ങൾ കാണിച്ചു തരുന്നത് ജനാധിപത്യത്തിൽ സർക്കാരുകളെക്കാൾ വലുതാണ് ജനങ്ങളുടെയും യുവാക്കളുടെയും ശബ്ദം എന്നത്.